ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 വരെ PSC ആവർത്തിച്ചിട്ടുള്ള കേരള ചരിത്രം അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കേരള ചരിത്രം ഒന്നും പഠിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ, അഥവാ നിങ്ങൾക്ക് പഠിച്ചിട്ട് തലയിൽ കയറാത്തവരാണെങ്കിൽ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. PSC റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ PDF അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ വീണ്ടും വീഡിയോ കണ്ടു പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 3, 1, 2, 4. അതായത് ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് നടന്നത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, മൂന്നാമത് നടന്നത് കുളച്ചൽ യുദ്ധം, നാലാമത് നടന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 4 തെറ്റാണ്. അതായത് ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ, യോഗക്ഷേമസഭ അയ്യങ്കാളി, ഇത് രണ്ടുമാണ് തെറ്റായത്. ശരിയായിട്ടുള്ളവ നോക്കാം. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ. ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. യോഗക്ഷേമസഭ ആരുടേതാണ്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമസഭ VT ഭട്ടതിരിപ്പാട്. അപ്പോൾ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാരഗുരുദേവൻ, യോഗക്ഷേമസഭ VT ഭട്ടതിരിപ്പാട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. പ്രാചീന മലയാളം, ആദിഭാഷ. പ്രാചീന മലയാളവും ആദിഭാഷയുമാണ് ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ കൃതികളായി കൊടുത്തിട്ടുള്ളത്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനി ബസന്റ്. ആനി ബസന്റ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. AK ഗോപാലനാണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ഡി 1, 4 ശരിയാണ്. അതായത് ബ്രിട്ടീഷുകാരെ വെണ്ണീജനെന്ന് വിളിച്ചു, സ്വാമിത്തോപ്പിൽ ജനിച്ചു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരെ വെണ്ണീജനെന്ന് വിളിച്ചു, സ്വാമിത്തോപ്പിൽ ജനിച്ചു. ഈ 2 പോയിന്റുകളുമാണ് ഇവിടെ വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് ശരിയായിട്ടുള്ളത്. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിച്ചത്. അതുപോലെ മോക്ഷപ്രദീപം ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ് മോക്ഷപ്രദീപം. കേരള സംഗീതത്തിന്റെ അഗസ്റ്റിൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? കേരള സംഗീതത്തിന്റെ അഗസ്റ്റിൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ ഭരണകാലത്തെയാണ് കേരള സംഗീതത്തിന്റെ അഗസ്റ്റിൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേതാണ്? ഉത്തരം ഓപ്ഷൻ എ വിദ്യാവിലാസിനി. വിദ്യാവിലാസിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ 1, 2. അതായത്
കല്യാണമൻ സർദാർ കെ.എം. പണിക്കർ, പ്രേമാമൃതം സി.വി. രാമൻപിള്ള. കല്യാണമൻ സർദാർ കെ.എം. പണിക്കർ, പ്രേമാമൃതം സി.വി. രാമൻപിള്ള എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ജോഡികൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ എ കേരള സമാചാരം. കേരള സമാചാരമാണ് ഇവിടെ ജർമ്മൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ട് എഴുതാത്ത പുസ്തകം. കേരളപ്പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷാ വ്യാകരണം എന്നിവയൊക്കെ ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ്? കേരളപ്പഴമ, കേരളോൽപ്പത്തി, മലയാള ഭാഷ വ്യാകരണം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ക്യാപ്റ്റൻ വില്യം കീലിംഗ്. ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 മാത്രം. അതായത് കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. എന്തൊക്കെയാണ്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദ ഗുരു ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1, 2, 3 മാത്രം. അതായത് സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അപ്പോൾ എന്തൊക്കെയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ? സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നവമഞ്ജരി. നവമഞ്ജരിയാണ് ഇവിടെ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന വനിതകൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതായത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു എന്നിവരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി 1, 4 ശരിയാണ്. അതായത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതാണ് വി ടി ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? ഉത്തരം ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു.
ശ്രീനാരായണ ഗുരുവിനെയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, കുരുളി ചേകോൻ. കുരുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 2 മാത്രം. അതായത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഈ പോയിന്റാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പോയിന്റുകൾ നോക്കാം. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി, 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, വൈക്കം. വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, കെ എം പണിക്കർ. കെ എം പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. സൂചകങ്ങൾ വായിക്കാം. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, എ കെ ഗോപാലൻ. അപ്പോൾ എ കെ ഗോപാലൻ 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വടകര. വടകരയിലാണ് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ ജി പി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പി പിള്ള. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഷൺമുഖം ചെട്ടി. ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത്. പനമ്പള്ളി ഗോവിന്ദമേനോൻ,
ഇക്കണ്ട വാര്യർ, എസ് നീലകണ്ഠ അയ്യർ എന്നിവരൊക്കെ കൊച്ചി രാജപ്രജ മണ്ഡലത്തിന്റെ നേതാക്കളിൽ ഉൾപ്പെടുന്നവരാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏതാണ് അത്? ഉത്തരം ഓപ്ഷൻ ബി അഗസ്തീശ്വരം. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറിന്റെ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് കേരള. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികളാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1865. 1865 തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2, 4, 1, 3. അതായത് ഈഴവ മെമ്മോറിയൽ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. ഈഴവ മെമ്മോറിയൽ 1896, വൈക്കം സത്യാഗ്രഹം 1924, ഗുരുവായൂർ സത്യാഗ്രഹം 1931, പാലിയം സത്യാഗ്രഹം 1947. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ. 1900 ലോർഡ് കഴ്സനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി. അതായത് ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതപം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോകില സന്ദേശം. കോകില സന്ദേശമാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം. അതാണ് തെറ്റായിട്ടുള്ളത്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ബാക്കിയുള്ള കൂടി നോക്കാം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. എന്തൊക്കെയാണ്? വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആനി ബെസന്റ്. ആനി ബെസന്റ് ആണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത.
അയ്യങ്കാളി ജനിച്ച ജില്ല ഏത്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് അയ്യങ്കാളി ജനിച്ചത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ഗിഫോർഡ്. ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടാണ് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹമാണ് ഇവിടെ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 5. അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു അയ്യൻകാളി. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയുമാണ് ഇവിടെ ഒരേ വർഷം ജനിച്ചവർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കയ്യൂർ സമരം. കയ്യൂർ സമരമാണ് ഇവിടെ കാസർഗോഡ് ജില്ലയിൽ നടന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിതയാര്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി കുട്ടിമാളു അമ്മ. എ വി കുട്ടിമാളു അമ്മയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടല ലഹള. കണ്ടല ലഹളയാണ് പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഉത്തരം ഓപ്ഷൻ സി 2, 1, 3, 4. അതായത് ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ശ്രീരംഗപട്ടണം സന്ധി 1792. കുണ്ടറ വിളംബരം 1809. താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? താഴെ പറയുന്നവരിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവരെല്ലാം. അതായത് TK മാധവൻ, KP കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ. ആരൊക്കെയാണ്? TK മാധവൻ, KP കേശവമേനോൻ, മന്നത്തു പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ എന്നിവരൊക്കെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്.
ഇതാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. എന്തൊക്കെയാണ്? 1903 ശ്രീനാരായണ ഗുരുവിൻ്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചു. 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. അതായത് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളാണ്. ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നവരുടെ പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1, 2, 4. അതായത് പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ണൻ, പുള്ളിക്കൽ അബൂബക്കർ. പൊടവര കുഞ്ഞമ്പു നായർ, കോയിത്താറ്റിൽ ചിരുകണ്ണൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരെയാണ് 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത്. തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? തൃശ്ശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ ബി 1, 2 എന്നിവ ശരിയാണ്. അതായത് പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിലെ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം ആരുടേതാണ്? ചട്ടമ്പി സ്വാമി. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1, 2. കീചകവധം, ഉത്തരാസ്വയംവരം. കീചകവധവും ഉത്തരാസ്വയംവരവുമാണ് ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ. താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചു ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോടെത്തി. 1500 പെദ്രോ അൽവാറസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ രണ്ടാം പോർച്ചുഗീസ് സംഘം കേരളത്തിൽ എത്തി. 1502 വാസ്കോ ഡ ഗാമ രണ്ടാം തവണ കേരളത്തിൽ എത്തി. പോർച്ചുഗീസുകാർ കേരളം വിടുന്നതുവരെ കോലത്തിരിമാരുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ളതുമായ സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഏത് യൂറോപ്യൻ ശക്തിയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി ഡച്ചുകാർ. ഡച്ചുകാരെയാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ ഒന്നാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 1, 3 പ്രസ്താവനകൾ മാത്രം. അതായത് ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി, KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ് മന്ത്രി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സവർണജാഥ. സവർണജാഥയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി
സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി രാജാ കേശവദാസൻ. രാജാ കേശവദാസനാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28-നായിരുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15-നായിരുന്നു. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28-നായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലായിരുന്നു. എന്തൊക്കെയാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15-നായിരുന്നു. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28-നായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലായിരുന്നു. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേക്കുതോട്ടം നിർമ്മിച്ചു. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ കാണിച്ചിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 2ഉം 3ഉം ശരിയാണ്. അതായത് 1875-ൽ എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു. 1937-ൽ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 2ഉം 3ഉം. അതായത് 1741-ൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തൃപ്പടിദാനം നടത്തിയ രാജാവാണ്. എന്തൊക്കെയാണ്? 1741-ൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഇറയിളി. ഇറയിളി എന്നാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മലബാർ. മലബാർ ആയിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1663-ൽ കൊച്ചി പിടിച്ചെടുത്തു. ഇതാണ് ബന്ധമില്ലാത്തത്. ബന്ധമുള്ള പോയിന്റുകൾ നോക്കാം. മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു. കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. എന്തൊക്കെയാണ് പോർച്ചുഗീസുകാരുമായി ബന്ധമുള്ളത്? മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു. കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു.
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ എ, ബി, ഡി, എ, സി. അതായത് സന്യാസി കലാപം, പഴശ്ശി കലാപം, കുറിച്യ ലഹള, സിന്താൾ കലാപം. എന്തൊക്കെയാണ്? സന്യാസി കലാപം, പഴശ്ശി കലാപം, കുറിച്യ ലഹള, സിന്താൾ കലാപം. ഏതു വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏതു വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി, ഡച്ചുകാർ. ഡച്ചുകാരുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഓപ്ഷൻ സി, ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത്. ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദാമോദര ചാക്യാർ. ദാമോദര ചാക്യാറാണ് ഉണ്ണിയാടി ചരിതം എഴുതിയത്. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ സി, അയ്യ വൈകുണ്ഠസ്വാമികൾ. അയ്യ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് ഇവിടെ ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ഡി, മഹാത്മാ അയ്യൻകാളി. മഹാത്മാ അയ്യൻകാളിയുടെ വാക്കുകളാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നത്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണജാഥ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, ആലുവ. ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, മാതൃഭൂമി. മാതൃഭൂമി പത്രത്തിന്റെ ആപ്തവാക്യമാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി? ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, നവംബർ 12, 1936. നവംബർ 12, 1936 ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകനാര്? കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സി വി കുഞ്ഞിരാമൻ.
CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ. കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി 2, 3 മാത്രം. അതായത് ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാനകോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വാസ്കോ ഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498-ൽ കോഴിക്കോട് എത്തി. എന്തൊക്കെയാണ് ഡച്ചുകാർ സമാഹരിച്ച് ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാനകോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. വാസ്കോ ഡ ഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498-ൽ കോഴിക്കോടെത്തി. ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ യൂസ്റ്റാച്ചിയസ് ഡി ലനോയ്. സർവാധികാരിക്കാർ രാജാ കേശവദാസ്. ഉണ്ണുനീലി സന്ദേശയാത്ര വിവരിക്കുന്നു. ആദിത്യവർമ്മൻ. തുഖ്ഫത്ത് ഉൾ മുജാഹിദീൻ സമർപ്പിക്കുന്നു. അലി ആദിൽ ഷാ. കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ 2, 3 എന്നിവ. അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകി. താഴെ പറയുന്നവയിൽ മൂഷകവംശം മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. അതായത് ഈ കൃതി 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. എന്തൊക്കെയാണ്? ഈ കൃതി 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത്. അതുലൻ എന്ന കവിയാണ് രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുമ്പ് രചിക്കപ്പെട്ട കൃതിയാണ് മൂഷകവംശം മഹാകാവ്യം. പഴശ്ശിക്കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? പഴശ്ശിക്കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ മാത്രം ശരിയാണ്. അതായത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. എന്തൊക്കെയാണ്? കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു. വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി, 2ഉം 4ഉം. അതായത് കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി, 2ഉം 4ഉം ശരിയാണ്. അതായത് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമാജം. വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമാജം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുരുക്കൽ സമരം നടന്ന സ്ഥലം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുരുക്കൽ സമരം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, പയ്യന്നൂർ. പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുരുക്കൽ സമരം നടന്ന സ്ഥലം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 1946. 1946 പുന്നപ്പറ വയലാർ സമരം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരായി സമാധാന ജാഥ നടത്തി ബ്രിട്ടീഷ് സർക്കാരിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യവുമായി തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം. താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? താഴെ തന്നിരിക്കുന്നത് ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്? പ്രസ്താവനകൾ വായിക്കാം. സമത്വ സമാജം സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, വൈകുണ്ഠ സ്വാമികൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യം വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്.
വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏതു സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഏത് സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ നമ്പൂതിരി സമുദായം. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി രാജ്യസമാചാരം. രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1925. 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്.